ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ സാംബ 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 സദാശിവ, ഹരേ ദേവി 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 മഹേശ്വരി. ഹായ് കൂട്ടുകാരെ, എല്ലാവരും സുഖമല്ലേ? അപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ ഈ കമൻറ്റിനുള്ള ഒരു മറുപടിയാണ് ഞാൻ പറയുന്നത് കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് കലിയുഗത്തിലാണ്. ഈ കലിയുഗത്തിൽ ഇരിക്കുന്ന എല്ലാ ജനങ്ങൾക്കും ആശ്വാസം കൊടുക്കുന്ന ഒരു മന്ത്രത്തെ പറ്റിയാണ് ആ ഒരു വ്യക്തി ചോദിച്ചിരിക്കുന്നത്. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ സാംബ 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 സദാശിവ, ഹരേ ദേവി 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 മഹേശ്വരി. അപ്പോൾ ഈ ഒരു മന്ത്രജപത്തിൻ്റെ മഹിമ എന്താണ്? അതിനെപ്പറ്റി ഒരു വിശേഷണമാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ജീവിച്ചിരിക്കുന്നത് ഈ കലിയുഗത്തിലാണ്. അപ്പോൾ ഈ കലിയുഗത്തിൽ ധർമ്മം ക്ഷയിക്കുന്ന കാലമാണ്. അസത്യങ്ങളും ക്രോധങ്ങളും വർദ്ധിക്കുന്ന സമയമാണ്. മനുഷ്യൻ്റെ മനസ്സ് ചഞ്ചലവും കലുഷിതവുമായി മാറുന്ന സമയമാണ്. ഈ കാലഘട്ടത്തിൽ പുരാണങ്ങൾ പറയുന്നത് എന്താണെന്നാൽ, തപസ്സും യാഗവും വലിയ വ്രതങ്ങളും എല്ലാം പലർക്കും പ്രായോഗികമല്ല. പക്ഷെ ഒരു മാർഗമുണ്ട്, അതാണ് നാമജപം. അതുകൂടെ ഇപ്പോൾ ചാൻസ് ഇല്ല. സന്ധ്യാസമയങ്ങളിൽ വീടുകളിൽ സീരിയലുകളും സോഷ്യൽ മീഡിയയുടെ ഒരേ അതിപ്രസരമാണ്. നാമജപം എന്ന് പറയുമ്പോൾ ദൈവനാമം വീണ്ടും വീണ്ടും സ്നേഹത്തോടെ വിശ്വാസത്തോടെ ആവർത്തിക്കുകയാണ്. ഭഗവാൻ നാരായണൻ ഗീതയിൽ പറഞ്ഞതുപോലെ, മാമേകം ശരണം വ്രജ, എന്നെ മാത്രം ആശ്രയിക്കട്ടെ, ഞാൻ നിന്നെ രക്ഷിക്കുമെന്നാണ്. ഇന്ന് നാം സംസാരിക്കുന്നത് രാമനെയും കൃഷ്ണനെയും ശിവഭക്തിയെയും ഒരുമിച്ച് വിളിക്കുന്ന ഒരു ദിവ്യമായ ജപമന്ത്രത്തെക്കുറിച്ചാണ്. ഈ ഒരു കമൻ്റ് ഇട്ട വ്യക്തിക്ക് എൻ്റെ ഹൃദയംഗമായി നന്ദി രേഖപ്പെടുത്തുകയാണ്. അപ്പോൾ ഹരേ എന്ന് പറയുമ്പോൾ ദൈവിക ശക്തിയുടെ ഒരു വിളിയാണത്. അത് ഇല്ലാതാക്കുന്നത് എന്താണെന്നാൽ പാപവും ദുഃഖവുമാണ് ഇല്ലാതാക്കുന്നത്. രാമ എന്ന് പറയുമ്പോൾ ആനന്ദ സ്വരൂപനാണ്, സത്യധർമ്മത്തിൻ്റെ പ്രതീകം ശ്രീരാമദേവർ. ഇതിലെ കഥയെന്ന് പറയുമ്പോൾ ശബരിയുടെ രാമഭക്തി സ്നേഹവും പ്രതീക്ഷയും കൊണ്ട് ദൈവത്തെ അടുപ്പിച്ചെടുത്ത ഒരു കഥയാണത്. ഹരേ കൃഷ്ണ എന്ന് പറയുമ്പോൾ കൃഷ്ണ ആകർഷണ സ്വരൂപൻ, ഭക്തിയുടെ മാധുര്യം. അത് ഏത് കഥയിൽ കാണാമെന്ന് നോക്കുമ്പോൾ, കുചേലൻ്റെ കൃഷ്ണസ്നേഹം, ദാരിദ്ര്യത്തിനിടയിലും വിശ്വാസം വിട്ടുകൊടുക്കാത്ത ഒരു ഭക്തൻ്റെ അനുഭവമാണത്. ഹരേ സാംബ സാംബ എന്ന് പറയുമ്പോൾ ശിവനും ശക്തിയും ചേർന്ന രൂപം, ജ്ഞാനത്തിൻ്റെയും സംഹാരത്തിൻ്റെയും പ്രതീകം. സദാശിവം എന്ന് പറയുമ്പോൾ നിത്യശാന്തിയാണ്. അത് കഥയായിട്ട് നോക്കുമ്പോൾ മാർക്കണ്ഡേയൻ്റെ ശിവഭക്തി, മരണത്തെ പോലും ജയിച്ച ഭക്തൻ്റെ ഒരു ജീവിതമാണതിൽ പറയുന്നത്. ഭാഗം 4 പറയുന്നത് ഹരേ ദേവി എന്ന്. ദേവി എന്ന് പറയുമ്പോൾ മാതൃശക്തിയാണത്, കരുണയും സംരക്ഷണവും ചേർന്ന ഒരു ശക്തി. മഹേശ്വരൻ്റെ അനുജീവി, മഹേശ്വരൻ്റെ പാതി. അത് കഥ പറയുമ്പോൾ കണ്ണകിയുടെ ദേവീഭാവമാണ് പറയേണ്ടത്. സത്യത്തിനായി ദൈവമാതാവായി തീർന്ന ഒരു സ്ത്രീയുടെ കഥയാണത്. അപ്പോൾ ഈ മഹാമന്ത്രം നമ്മൾ വീട്ടിൽ ദിവസവും ജപിച്ചു കഴിഞ്ഞാൽ അതുകൊണ്ട് നമ്മൾക്ക് എന്താണ് നേട്ടങ്ങൾ? മനസ്സിൻ്റെ ശുദ്ധീകരണം നടക്കുകയാണ്. അസൂയ, ദേഷ്യം, ഭയം ഇതെല്ലാം നമ്മളിൽ വിട്ടുപോകുന്നുണ്ട്. പാപമോചനം. പുരാണ പ്രമാണപ്രകാരം ഒരു ജപം തന്നെ 1000 യാഗങ്ങൾക്ക് സമമെന്നാണ്. ഈ ഒരു മന്ത്രജപം നമ്മുടെ വീടുകളിൽ സ്ഥിരം ജപിച്ചു കഴിയുമ്പോൾ അവിടെ ദൈവസാന്നിധ്യം ഉണ്ടാവുന്നു. ഭഗവാൻ നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ ഘട്ടത്തിലും നമ്മളെ അനുഗ്രഹിക്കുകയാണ് ചെയ്യുന്നത്. അതേപോലെ നമ്മുടെ മാനസിക സമ്മർദ്ദങ്ങൾ എല്ലാം അകന്ന് നമുക്ക് ശാന്തിയും സമാധാനവും സന്തോഷവും അനുഭവിക്കാൻ കഴിയും. മോക്ഷത്തിലേക്കുള്ള ഒരു പാതയാണ് അത് സുലഭമാക്കി കൊടുക്കുന്നത്. നമ്മുടെ ആത്മീയ പുരോഗതിയാണ് നമ്മൾക്ക് കൈവരിക്കാൻ പറ്റുന്നത്. അതേപോലെ ദൈവാനുഗ്രഹം വീട്ടിൽ നിറയുമ്പോൾ നമ്മുടെ കുടുംബങ്ങളിലുള്ള എല്ലാ പ്രശ്നങ്ങളും മാറി കുടുംബത്തിലൊരു സൗഹാർദ്ദം നിലനിൽക്കുന്നു.
ദേവന്മാരുടെയും ഉപാസനയുടെ ഒരു അനുഗ്രഹം നമ്മൾക്ക് കിട്ടും ഈ ഒരു മന്ത്രജപത്തിലൂടെ. രാമൻ, കൃഷ്ണർ, ശിവൻ, ദേവി എല്ലാവരും നമ്മളെ അനുഗ്രഹമായി നമ്മുടെ വീടുകളിൽ എത്തിച്ചേരുകയാണ്. അപ്പോൾ ഈ മഹാമന്ത്രം ദിവസേന നമ്മൾ ജപിച്ചു കഴിയുമ്പോൾ ജീവിതം എത്ര തിരക്കുള്ളതായാലും രാവിലെ എഴുന്നേറ്റാൽ ഒരു 5 മിനിറ്റ്, വൈകുന്നേരം ഉറങ്ങുന്നതിന് മുൻപ് ഒരു 5 മിനിറ്റ് ഈ മന്ത്രം ഹൃദയപൂർവ്വം നിങ്ങൾ ജപിക്കണം. അപ്പോൾ കൂട്ടുകാരെ, ഈ ഒരു മഹാമന്ത്രം അത്രയ്ക്ക് വിശേഷപ്പെട്ടതാണ്. പഠിക്കുന്ന കുട്ടികളൊക്കെ പഠിക്കുന്നതിന് മുൻപ് ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ എന്ന ജപത്തോടെ ആ ഒരു പഠനം ആരംഭിക്കുമ്പോൾ തീർച്ചയായിട്ടും അവർക്ക് പഠനത്തിൽ വലിയ ഉന്നതി ഉണ്ടാകും. ഒന്നും പഠിക്കുന്നതിന് പരിഹാരങ്ങൾ തേടി പോകേണ്ട ആവശ്യമില്ല. ഈ ഒരേ ഒരു മന്ത്രം കുട്ടികളെ പഠിപ്പിക്കുക രക്ഷകർത്താക്കൾ. ജീവിതം എത്ര തിരക്കുള്ളതായാലും രാവിലെ എഴുന്നേറ്റാൽ ഒരു 5 മിനിറ്റ്, വൈകുന്നേരം അതേപോലെ ഉറങ്ങുന്നതിന് മുൻപ് ഒരു 5 മിനിറ്റ് ഈ മന്ത്രം ഹൃദയപൂർവ്വം നിങ്ങൾ ജപിക്കാൻ ശ്രമിക്കുക. അത് ജീവിതത്തിൻ്റെ ഒരു ദൈനംദിന ചര്യയുടെ ഒരു ഭാഗമാക്കി മാറ്റുക. ഇത് ജപിക്കുന്ന ഒരു നാവിന് ഒരാൾക്ക് പാപം അടുത്തുപോലും വരില്ല. ഇത് കേൾക്കുന്ന കാതിന് ദുഃഖം അടുക്കാൻ ധൈര്യമുണ്ടാകില്ല. അവർക്കൊരു ദുഃഖവാർത്ത അവരുടെ കേൾക്കേണ്ടി വരില്ല. ഈ ഒരു മന്ത്രത്തിനെ ഉൾക്കൊള്ളുന്ന ഹൃദയത്തിന് ദൈവം അവിടെ നിന്നും വിട്ടുപോവില്ല, സ്ഥിരവാസമാകും. അപ്പോൾ നമുക്ക് ഒരിക്കൽ കൂടി ഒരുമിച്ച് നമ്മൾക്ക് ജപിക്കാം. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ സാംബ സാംബ സദാശിവ, ഹരേ ദേവി ദേവി മഹേശ്വരി. അപ്പോൾ കൂട്ടുകാരെ, ഈ ഒരു കമൻ്റ് ഇട്ട ഒരു വ്യക്തിക്ക് ഞാൻ അവസാനം ഒന്നുകൂടെ പറയുകയാണ്, ഒരുപാട് നന്ദി. അതുകൊണ്ടാണ് എനിക്ക് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ പറ്റിയത്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും നന്ദി, നമസ്കാരം.